ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന ബൃഹത്തായ ഒരു മാരിടൈം ഹെറിറ്റേജ് മ്യൂസിയമാണ് വിശാഖ മ്യൂസിയം. തൃശൂർ യാത്രാ ഗ്രൂപ്പിലെ ടീമംഗങ്ങൾ അങ്ങനെ ഞാനടക്കം മ്യൂസിയത്തിന്റെ കമാനത്തിന് മുമ്പിൽ ഫോട്ടോയെടുത്ത് മ്യൂസിയത്തിലേക്ക് നടക്കുകയാണ്. മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ് മ്യൂസിയം കാഴ്ചകൾ കാണുന്നതിനുള്ള ചാർജ്. വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷനും ഇന്ത്യൻ നേവിയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡും സംയുക്തമായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു നേവൽ മ്യൂസിയമാണ് നമുക്ക് ആദ്യം കാണുവാനുള്ളത്. 10 മുറികളിലായിട്ടാണ് മാരിടൈം മ്യൂസിയത്തിലെ കാഴ്ചകൾ. റൂം നമ്പർ 1-ൽ നാവികസേന ഉപയോഗിക്കുന്ന വിവിധ ആയുധ ശേഖരമാണ് നമ്മെ വരവേൽക്കുന്നത്. 2300 BC ഇൻഡസ് വാലി കാലഘട്ടത്തിൽ ഗുജറാത്തിലെ ലോത്തൽ എന്ന സ്ഥലത്ത് ഒരു ഡോക്യാർഡ് പ്രവർത്തിച്ചിരുന്നു. പേർഷ്യൻ സുമേരിയൻ കപ്പലുകൾ ആ തുറമുഖത്ത് വന്ന് റിപ്പയർ ജോലികൾ നടത്തുമായിരുന്നു. BC 2ാം സെഞ്ചുറി മുതൽ AD 3ാം സെഞ്ചുറി വരെ ആന്ധ്ര സാമ്രാജ്യം ഭരിച്ചിരുന്ന ശതവാഹനൻ ചക്രവർത്തി തന്റെ സാമ്രാജ്യം ഡക്കാൻ പ്രദേശം, മധ്യ ഇന്ത്യ, പെനിൻസുല മേഖല വരെ വ്യാപിപ്പിച്ചിരുന്നു. AD 525-680 കാലഘട്ടങ്ങളിൽ ആന്ധ്ര ഭരിച്ചിരുന്ന വിജയസിംഹ രാജാവ് കൂറ്റൻ കപ്പൽപ്പടയുമായി ശ്രീലങ്കയിൽ താവളമടിച്ചിരുന്നു. AD 1528-ൽ മുഗൾ സാമ്രാജ്യം ഭരിച്ചിരുന്ന ബാബർ യുദ്ധങ്ങൾക്ക് കപ്പൽ ഉപയോഗിച്ചിരുന്നതായി രേഖകളുണ്ട്. കടലിലും നദിയിലും ഉപയോഗിക്കുന്നതിന് അവർ ഉപയോഗിച്ചിരുന്ന കപ്പൽ ഖുറാബ് എന്ന അതീവ സുരക്ഷയുള്ള കപ്പലായിരുന്നു. AD 10ാം നൂറ്റാണ്ടിൽ നടന്ന നാവിക യുദ്ധത്തിന്റെ സ്മരണകൾ അയവിറക്കി കിടക്കുന്ന കൽപ്രതിമ ബോംബെയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. 9ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ നാവികർ ജാവയിലേക്ക് നടത്തിയ സാഹസിക യാത്ര ശില്പങ്ങളിൽ തീർത്തിരിക്കുന്ന കാഴ്ച ഇവിടെ കാണാം. AD 950-1200 കദംബ കാലഘട്ടത്തിൽ നടത്തിയ കപ്പൽ യുദ്ധത്തിന്റെ ചിത്രീകരണവും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന വിവിധ കപ്പലുകളുടെ മോഡലുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നാവികസേനയുടെ വിവിധ കപ്പലുകളുടെ ആധുനിക മോഡലുകൾ ഈ റൂമിൽ നിരത്തി വെച്ചിരിക്കുന്നു. തുടർന്ന് നമ്മൾ പ്രവേശിക്കുന്നത് അന്തർവാഹിനികളുടെ കാഴ്ചകളിലേക്കാണ്. അന്തർവാഹിനികളുടെ വിവിധ മോഡലുകൾ, അവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാം. അന്തർവാഹിനിയിലെ ജീവനക്കാർ ഉപയോഗിക്കുന്ന പ്രത്യേകതരം ജാക്കറ്റാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അടുത്ത മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫൈറ്റർ വിമാനങ്ങളുടെ കാഴ്ചകളാണ് നമ്മളെ സ്വാഗതം ചെയ്യുക. പലവിധ ഹെലികോപ്റ്ററുകളുടെ ഉപയോഗത്തെപ്പറ്റിയുള്ള വിവരണങ്ങളും ഇവിടെ നിന്നും മനസ്സിലാക്കാം. ഇതാ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പരമ്പരാഗത പായ്ക്കപ്പലിന്റെയും ആധുനിക പായ്ക്കപ്പലിന്റെയും മോഡലുകളാണ്. കാറ്റിന്റെ ഗതി അനുസരിച്ച് പ്രയാണം നടത്തിയിരുന്ന പഴയ സെയിൽ ഷിപ്പുകളിൽ നിന്നും ഗ്യാസ് ടർബൈനും ന്യൂക്ലിയർ പ്രൊപ്പൽഷനും മറ്റും ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ആധുനിക കപ്പലുകളിലേക്കുള്ള പരിവർത്തനം വിശദമാക്കുന്ന സെക്ഷനാണ് ഇവിടെ പ്രദർശനം. കപ്പലുകൾക്ക് ദിശ കാണിക്കുന്ന ലൈറ്റ് ഹൗസുകളുടെ പ്രവർത്തനം വിശദമാക്കുന്ന പ്രദർശനവും കാണാം. GPS അതായത് ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം എന്ന ആധുനിക നാവിക ഉപകരണം, കോമ്പസ് എന്നിവയുടെ പ്രവർത്തനം ഇവിടെ വിശദമാക്കുന്നു. ദൂരദർശിനിയുടെ മോഡലാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്ത മുറിയിലേക്ക് കടന്നാൽ വിവിധതരം മിസൈലുകളെ കുറിച്ചുള്ള പ്രദർശനമാണ് കാണുവാൻ സാധിക്കുക. അതിൽ പ്രധാനം വ്യോമാക്രമണത്തിൽ നിന്നും കപ്പലുകളെ രക്ഷിക്കുന്നതിനുള്ള സാം സർഫസ് ടു എയർ മിസൈൽ ആണ്. 1 മിനിറ്റിൽ 3000 റൗണ്ട് വരെ വെടിയുതിർക്കാൻ പര്യാപ്തമായ AK-630 മൾട്ടി ബാരൽ തോക്കുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. സർഫസ് ടു സർഫസ്, പൃഥ്വി മിസൈൽ, ധനുഷ് എന്നിവയെക്കുറിച്ചുള്ള വിവരണം കാണാം. യുദ്ധങ്ങളിൽ സൈന്യം ഉപയോഗിച്ചിരുന്ന വിവിധ മോഡൽ വാളുകളുടെ പ്രദർശനവുമുണ്ട് ഈ ഹാളിൽ. ഈ കാണുന്നത് ആന്റി സബ്മറൈൻ റോക്കറ്റാണ്. കണ്ടാൽ കുഞ്ഞൻ, പക്ഷേ ഭസ്മാസുരനാണ് ഇവൻ.
തൊട്ടടുത്തായി കാണുന്നത് ആന്റി എയർക്രാഫ്റ്റ് മിസൈലാണ്. യുദ്ധവിമാനങ്ങളുടെ സർവനാശം വിതയ്ക്കുന്ന പോരാളിയാണ് ഈ മിസൈൽ. ടോർപിഡോയുടെ മുഖ്യഭാഗം ഇതാ ഈ കാണുന്നു. മാരിടൈം മ്യൂസിയത്തിൽ നിന്നും ഞങ്ങൾ നടന്നു ചെന്നത് ഹെറിറ്റേജ് മ്യൂസിയം കാണാനാണ്. അനേകം കരിങ്കൽ ശില്പങ്ങൾ ഇവിടെ നിരനിരയായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. AD 1-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള ശിലാശില്പങ്ങൾ. ഇതിൽ ബുദ്ധ, ജൈന, ശൈവ, വൈഷ്ണവ, ശാക്തേയ ബിംബങ്ങൾ കാണാം. വർദ്ധമാനവീരൻ, മഹാവീരൻ, പാർശ്വനാഥൻ എന്നീ ജൈനശില്പങ്ങൾ, ഗണേശൻ, സുബ്രഹ്മണ്യൻ, ഭൈരവൻ, ശിവൻ, ശിവലിംഗം എന്നീ ശാക്തേയ ബിംബങ്ങൾ, രുക്മിണി, സത്യഭാമ, സൂര്യൻ, കാളിയൻ, കൃഷ്ണൻ, രാമൻ, ലക്ഷ്മണൻ, സീത, വേണുഗോപാലൻ എന്നീ വൈഷ്ണവ ബിംബങ്ങൾ, സപ്തമാതൃക്കൾ, പാർവതി, സരസ്വതി എന്നീ ബിംബങ്ങളും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അകത്തേക്ക് കടന്നാൽ വിവിധ പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, വെങ്കല പ്രതിമകൾ, 2011 നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇന്ത്യൻ പതാക എന്നിവയും കാണാം. അവയെല്ലാം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ സൂപ്പർ ഗഡികൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടു. അവരെ ഞാൻ ക്യാമറയുടെ ഫ്രെയിമിലാക്കി പുഞ്ചിരിച്ച് വീണ്ടും ഞാൻ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ കാണാം ചില നിർമ്മിതികൾ. ഇത് റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച ആദ്യകാല വിമാനത്തിന്റെ ഒരു മാതൃക. അതിനപ്പുറത്തായി മുങ്ങിക്കപ്പലിൽ ഉപയോഗിക്കുന്ന ടോർപിഡോ, സെൽഫ് പ്രൊപ്പൽഡ് ആന്റി ഷിപ്പ് ആന്റി സബ്മറൈൻ ആയുധം. ഈ കാണുന്നത് കപ്പലുകളെയും മുങ്ങിക്കപ്പലുകളെയും നശിപ്പിക്കുന്നതിന് അന്തർവാഹിനിയിൽ ഉപയോഗിക്കുന്ന ഒരു മാഗ്നറ്റിക് മൈനിന്റെ പ്രദർശനമാണ്. കപ്പലുകൾക്ക് വെള്ളത്തിൽ നിശ്ചലാവസ്ഥയിൽ കഴിയുന്നതിന് ഉപയോഗിക്കുന്ന 5000 കിലോഗ്രാം കപ്പാസിറ്റിയുള്ള ആങ്കർ ആണ് ഈ കാണുന്നത്. ഭീമാകാരങ്ങളായ കപ്പലുകളെ വരച്ച വരയിൽ നിർത്തുന്ന ഒരു കുഞ്ഞൻ ശക്തിമാൻ. കപ്പലുകൾക്ക് സമുദ്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ദിശ കാണിക്കുന്ന ഒരു ലൈറ്റ് ഹൗസിന്റെ മോഡലാണ് അടുത്തതായി സ്ഥാപിച്ചിരിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച മാരക പ്രഹരശേഷിയുള്ള ആന്റി സബ്മറൈൻ പ്രൊജക്ടൈൽ ആണ് ഈ ഇത്തിരി കുഞ്ഞൻ. കപ്പലുകളെ മുന്നോട്ട് സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്ന പ്രൊപ്പല്ലറുകളിൽ ഒരെണ്ണമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. യുദ്ധവിമാനങ്ങളെ നശിപ്പിക്കുന്നതിന് കപ്പലുകളിൽ നിന്നും പ്രയോഗിക്കുന്ന ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ ഇതാ ഇവിടെ കാണാം. ഈ കാണുന്നതാണ് ആന്റി സബ്മറൈൻ ലൈറ്റ് വെയ്റ്റ് ടോർപിഡോ. യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് ഇത് മുങ്ങിക്കപ്പലുകൾക്ക് നേരെ പ്രയോഗിക്കുന്നത്. ഇതാ ഈ കാണുന്ന ഡെപ്ത് ചാർജ് എന്ന ഉപകരണം മുങ്ങിക്കപ്പലുകളെ നശിപ്പിക്കുന്നതിന് കപ്പലുകളിൽ നിന്നും പ്രയോഗിക്കുന്നവയാണ്. ആകാശത്തു കൂടി പറക്കുന്ന വിമാനങ്ങളെയും മിസൈലുകളെയും വീഴ്ത്തുന്നതിന് ഉപയോഗിക്കുന്ന 40/60 റേഞ്ചുള്ള, അതായത് 1 മിനിറ്റിൽ 120 റൗണ്ട് വെടിയുതിർക്കുന്ന ശക്തിയേറിയ മെഷീൻ ഗൺ ആണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നാരോ ഗേജ് റെയിൽപാളങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റീം എഞ്ചിൻ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വീഞ്ചിൽ പ്രവർത്തിക്കുന്ന ശക്തിയേറിയ ഒരു പുള്ളിംഗ് മെഷീനാണ് ഇവിടെ കാണുന്നത്. കരയിലോ വെള്ളത്തിലോ ഉള്ള ഒരു ശത്രുവാഹനത്തെ, അത് കപ്പലോ ടാങ്കോ എന്തുമാകട്ടെ, അത്തരം ടാർഗറ്റുകളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന AK-728 മൗണ്ടിംഗ് എന്ന ഭീമൻ യന്ത്രത്തോക്കാണത്. 13 കിലോമീറ്റർ ദൂരെയുള്ള ശത്രുവാഹനത്തെ വരെ നശിപ്പിക്കുവാൻ ശേഷിയുള്ള ഈ ഭസ്മാസുരന് മിനിറ്റിൽ 90 റൗണ്ട് വരെ വെടിയുതിർക്കുവാനുള്ള കപ്പാസിറ്റിയുണ്ട്. അങ്ങനെ വിശാഖ മ്യൂസിയത്തിലെ സുപ്രധാനമായ കാഴ്ചകൾ കണ്ട് കൂടുതൽ പൊതുവിജ്ഞാനം നേടി ഞാൻ സഹസഞ്ചാരികളോടൊപ്പം അരാഗ് വാലിയിലെ ബോറ ഗുഹകൾ കാണുന്നതിന് വേണ്ടി യാത്ര തുടർന്നു.